അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണ്. നമ്മുടെ യാത്ര ഇപ്പം ത്വയ്ബ ഗാർഡനിൽ എത്തിയിരിക്കുകയാണ്, ബംഗാളിലുള്ള. മാഷാ അല്ലാഹ്, ഞാൻ സുഹൃത്തുനിസ്ഥാൻ്റെ കൂടാണുള്ളത്. നമ്മുടെ യാത്ര ഒരു ഓൾ ഇന്ത്യൻ യാത്രയാണ്. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുള്ള ദേവാ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനം എന്നുള്ള ഒരു നിലക്കും അതുപോലെ തന്നെ സന്ദേശവും ഇവിടെ എത്തിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്ത് അബൂ സ്വാലിഹ് അസ്ഹരി, അദ്ദേഹം മാഷാ അല്ലാ ഇന്ത്യയുടെ വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ വ്യത്യസ്ത സംസ്കാരങ്ങൾ, വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ, അതുപോലെ പഴയ ഓർമ്മകൾ, അതിലൂടെയൊക്കെ യാത്ര ചെയ്യുകയാണ്. ഏറ്റവും പ്രധാനമായി ഇന്ത്യയുടെ വ്യത്യസ്തങ്ങളായ സ്റ്റേറ്റുകൾ, കേരളത്തിൽ നിന്ന് മലബാറുകാരായ മലയാളികളായ ആളുകൾ വന്നു നിന്നുകൊണ്ട് ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങൾ അത് കാണുകയും അവിടെയുള്ള അപ്ഡേഷൻസ് എല്ലാം സമൂഹത്തിലേക്ക് എത്തിക്കുകയും അവിടുത്തെ ആശയങ്ങളെ, നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സമൂഹത്തിലേക്ക് എത്തിക്കാനൊക്കെയുള്ള വലിയ ഒരു ത്യാഗമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ യാത്രയിൽ പൂർണ്ണമായ ആരോഗ്യവും അതുപോലെ എല്ലാ സ്ഥലങ്ങളിലെത്താനും പ്രവർത്തനങ്ങളെ പൂർണ്ണമായി സമൂഹത്തിലേക്ക് എത്തിക്കാനും അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അതിനെ ആളുകൾ ഉൾക്കൊള്ളാനൊക്കെയുള്ള എല്ലാ തൗഫീക്കും എല്ലാം അള്ളാഹു നിങ്ങൾക്കും അത് കാണുന്നവർക്കൊക്കെ അള്ളാഹു ചെയ്തു കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരോടും, പ്രത്യേകിച്ച് ത്വയ്ബ ഗാർഡനും നമ്മുടെ സ്ഥാപനങ്ങളും അനുബന്ധ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്ന് നിങ്ങളോട്, നിങ്ങളുടെ അനുവാചകരോടൊക്കെ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു സ്ഥാപനത്തിൻ്റെ തറക്കല്ലോടി ഇട്ടിരിക്കുകയാണ്. അതെ, അൽഹംദുലില്ലാ, വളരെ സന്തോഷം. അതെ, ഒന്നിനപ്പുറം മറ്റൊന്നായി വളരുന്നത് കാണുമ്പോൾ അതേറെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അൽഹംദുലില്ലാ. ഏതായാലും ഇതൊക്കെ വലിയ വിജയത്തിലേക്ക് എത്തിക്കട്ടെ. ആമീൻ ആമീൻ. അൽഹംദുലില്ലാ. ത്വയ്ബ ഗാർഡൻ്റെ പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ അങ്ങനെയാണ്. ഓരോ ദിവസവും അങ്ങനെ പുതിയ ഇപ്പോൾ 27-ാം തീയതിയാണ് മണിപ്പൂരിലെ നമ്മുടെ ത്വയ്ബ ഗാർഡൻ ക്യാമ്പസിന് തറക്കല്ലിട്ടത്. അൽഹംദുലില്ലാ. അതിൻ്റെ അവിടെ വേണ്ട കൾച്ചറൽ സെൻറ്ററിൻ്റെ പ്രവർത്തനം റമദാന് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. സ്കൂളിൻ്റെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അക്കാഡമിക് ബിൽഡിങ്ങിൻ്റെ തറക്കല്ലിടൽ പ്രോഗ്രാമാണ് 27-ാം തീയതി കഴിഞ്ഞത്. ഇപ്പം ഇന്ന് നമ്മുടെ ത്വയ്ബയിലെ ഈ ക്യാമ്പസിൽ സ്കൂളും കോളേജ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡീസും അതുപോലെ ശരിയത്ത് കോളേജും എല്ലാം കൂടി ഒന്നിച്ച് നടക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ഒരു അക്കാഡമിക് ബിൽഡിംഗ് അപ്പുറത്തുണ്ടാക്കി അവിടേക്ക് അക്കാഡമിക് വിഷയങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റാനുള്ള ഒരു പ്രയത്നമാണ് ഇപ്പോൾ അൽഹംദുലില്ലാ നടക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു ക്യാമ്പസ് ഉണ്ട്, ഗേൾസിൻ്റെയും മറ്റേ ഓർഫനേജിൻ്റെ ഒക്കെ ക്യാമ്പസ് ഉണ്ട്. പിന്നെ ജാർഖണ്ഡിൽ വേറെ ക്യാമ്പസ് ഉണ്ട്, ഒറീസയിൽ ഒരു ക്യാമ്പസ് ഉണ്ട്. പിന്നെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഒറീസയിലേക്ക് പോകുമ്പോൾ വഴിയിലൊക്കെ സ്കൂളുകളും നമ്മുടെ മക്കാത്തിബുകളും മദ്രസകളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, അതൊക്കെ കാണാൻ നിങ്ങളുടെ പ്രേക്ഷകരെ കൂടി വിളിക്കുക. തീർച്ചയായും. ഉസ്താദിൻ്റെ ദുആ എപ്പോഴും ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.